വീട് തൂത്ത് തൂത്ത് ചൂലൊടിച്ചു എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഭയങ്കര സ്പീഡിന് ആൾ ചൂല് ഒടിക്കാനുള്ള ശ്രമത്തിലായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല, വീട് മൊത്തം വൃത്തിയാക്കുകയായിരുന്നു. എവിടെയും പോവാൻ യാത്രയായിരിക്കുമ്പോഴായിരിക്കും കേട്ടോ ചൂലും കൊണ്ടുവരുന്നതും വീട് വൃത്തിയാക്കുന്നതൊക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ആണുങ്ങൾ ചെയ്യുന്ന ജോലിയല്ലല്ലോ, പിന്നെ എന്തിനാ ഇവൻ ഈ പണി ചെയ്യുന്നതെന്നല്ലേ? പറയാം, എല്ലാം വഴിയേ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. യാത്ര എവിടെയും പോകാൻ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും വീടൊന്ന് വൃത്തിയാക്കണം. നമ്മൾ കയറി വരുമ്പോൾ വീട് അങ്ങനെ കിടക്കാൻ പാടില്ല, വീട് ഇങ്ങനെ കിടക്കാൻ പാടില്ല. ആ മുറി ഈ മുറി ഹാളും കിച്ചണും ഒക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി വരുമ്പോഴേക്കും നമ്മൾ ഒരാളെ വിയർത്തിട്ടുണ്ടാവും കേട്ടോ. ആ ചേട്ടായി നല്ല സ്പീഡിൽ പെരയൊക്കെ അടിക്കുന്നതുകൊണ്ട് ആൾ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുകയാണ്, എപ്പോഴെങ്കിലും എൻ്റെ വായിൽ നിന്ന് ചീത്തേക്കുമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ? ഞങ്ങൾ തെളിവും കൊണ്ടാണ് വന്നത്. അപ്പം നമ്മുടെ അമ്മൂസ് ഒരു ചേച്ചിയാവാൻ പോവാണ് ഗൈസ്. അമ്മൂസ് ഇവിടെ ഇല്ല കേട്ടോ. അമ്മൂസിനെ നമ്മൾ പഠിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മൾ ആദ്യത്തെ സ്കാനിങ് ആണ്. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. നാണൊന്നും പറഞ്ഞില്ല, എന്നാലും ഒരു നാണം. 3 മാസം ആയി. ഇനി നമ്മൾ ഇന്ന് 3-ാം മാസത്തെ സ്കാനിങ്ങിന് പോവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഛർദിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ ഒന്ന് എറണാകുളത്തൊക്കെ പോയല്ലേ റെസ്റ്റിലായിരുന്നു. ആ വീഡിയോ ഒന്നും വരൂല, ഞാൻ ഒരു വീഡിയോ എടുത്തില്ല. നമ്മൾ ആ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ നമ്മൾ എറണാകുളത്ത് കക്ക വരാൻ പോയ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. അല്ലാണ്ട് ഒരു വീഡിയോ ആക്കാനുള്ളൊന്നും എടുത്തില്ല കേട്ടോ. സ്കാനിങ്ങിന് പോയിട്ട് വരട്ടെ, തുടരെ ഓരോ വീഡിയോകളും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഛർദിയും ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ശ്രമിക്കാം. അപ്പം ഇന്ന് നമുക്ക് സ്കാനിങ്ങിന് പോവാം. 3-ാം മാസത്തെ സ്കാനിങ്ങിന് പോണേ നമ്മൾ. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്ന് ചേട്ടായുടെ താടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനാക്കും നമ്മൾ. പോകാം. ഓക്കെ, ഫോളോ മീ ഗൈസ്. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ പുള്ളീനെ ഒന്ന് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണം. നമ്മളെവിടെ പോയാലും ഈ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തീറ്റ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആൾ പോകുന്നത്. അവിടെയാണ് നമ്മളെപ്പോഴും തീറ്റ വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ആ മണ്ണിൽ തന്നെ പുള്ളി സാധിച്ചോളും. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. മഴയുള്ള സമയത്ത് ഷൂട്ട് ചെയ്തതാണ്, ഇപ്പോഴാണ് നമ്മളൊന്ന് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ മഴയൊക്കെ ആയപ്പോൾ നമ്മുടെ കോലായൊക്കെ ആകെ നനഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ ഒരു സ്ഥലത്തൊരു ഇത്തിരി നനവ് മാറിയ സ്ഥലത്ത് കൊണ്ടേ നമ്മൾ നിർത്തിയിട്ടുണ്ട്. പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഹോസ്പിറ്റൽ കേസാകുമ്പോൾ അങ്ങനെയൊന്നും വേഗം വരവൊന്നും നടക്കില്ലല്ലോ. സ്കാനിങ്ങിന് പോകണം, ഹോസ്പിറ്റലിൽ പോയി മറ്റുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ്, HIV അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ടല്ലോ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീടൊക്കെ അടച്ചു പൂട്ടി സ്നൂഫീനെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ആൾ. ഇത് ചേട്ടായി കഴിഞ്ഞ മാസം എന്നെ നാട്ടിൽ കൊണ്ട് നിർത്തിയപ്പോൾ ആളെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓട്ടോറിക്ഷ, ഇത് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ചേട്ടായിക്ക് ഇപ്പോഴേ പിന്നെ ഭയങ്കര പ്രാന്താണ്, വണ്ടിപ്രാന്താണ്. ഇനി എന്നോട് പറയണേ നമുക്ക് ഈ ഓട്ടോ കൊടുത്തിട്ട് വേറെ വണ്ടി വാങ്ങാം എന്ന് പറയുന്നുണ്ട്. ചേട്ടായി വേറെ ഒരു വണ്ടി കണ്ടു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കൊടുത്തിട്ട് വേണം ആൾക്ക് മറ്റേ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ബൈക്കിനാണ്. ചേട്ടായിക്ക് എന്താണ് സ്പ്ലെൻഡർ അല്ലേ, ഇതിലും പണ്ടത്തെ മോഡലൊരു ബൈക്ക് ഉണ്ടായിരുന്നല്ലോ ചേട്ടായിക്ക്, അതായിരുന്നു ആഗ്രഹം. പക്ഷെ പുള്ളി വാങ്ങിച്ചത്, പുള്ളിയുടെ കൈ കിട്ടിയത് ഇതാണ്. അങ്ങനെ നമ്മൾ ബൈക്കിന് പോയി. നമ്മൾ ആറ്റിങ്ങലുള്ള ഗിരിജ ലാബിലോട്ടാണ് ആദ്യം പോകുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ലാബിലോട്ട് പോയി. ലാബിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ. അപ്പോൾ കുറേ ആൾക്കാർ അകത്തോട്ട് വിളിച്ചു, സ്കാനിങ്ങിൻ്റെ അകത്ത് വിളിച്ചു. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ടൈം പോകണമല്ലോ. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനും തോന്നും. ചേട്ടായി ലൈം ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ.
ഒരു കുടിക്കലിൽ തന്നെ ചേട്ടായിക്ക് മനസ്സിലായി ഇതിലെന്തോ പന്തികേടുണ്ടെന്ന്. ഒരു രുചി ഉണ്ടായിരുന്നില്ലെന്നാണ് ചേട്ടായി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചായ വാങ്ങിച്ചു. ചായ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ കടിയൊക്കെ ഒന്നും ഒരു രസം ഉണ്ടായിരുന്നില്ല. പഴയ കടികളൊക്കെ ആയിരുന്നു തോന്നുന്നു. നമ്മൾ കഴിച്ചു. ലാബിന് തൊട്ടിപ്പുറത്ത് തന്നെയുള്ളൊരു ചായക്കടയായിരുന്നു കേട്ടോ. പിന്നെ ലാബിൽ വന്ന ആൾക്കാരൊക്കെ ഇവിടെ വരും, സാധനങ്ങളൊക്കെ വാങ്ങിച്ചും കഴിച്ചുമൊക്കെ അങ്ങനെ ഇരിക്കും. നമ്മൾ ലാബിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ച് ടെസ്റ്റൊക്കെ കിട്ടി, റിസൾട്ടൊക്കെ കിട്ടി. നമ്മൾ ബ്യൂട്ടി പാർലറിൽ വന്നേക്കാണ്. ഒന്ന് പിരിയൻ ത്രെഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. കുറേ നാളായി പിരിയനൊക്കെ ത്രെഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ആയതുകൊണ്ട് അധികം വെയിലായതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ചേട്ടായിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നീ എന്തൊന്നാണ് ചെയ്യാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ചീത്ത പറഞ്ഞു കേട്ടോ. അവർ നല്ല രീതിയിലൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ചേട്ടായിയുടെ അഭിപ്രായം. നേരാണ്, ഇതിൻ്റെ അറ്റത്തൊക്കെ ഒന്ന് ചെറിയ ഇത്രയും കൂടി ചെയ്യാമായിരുന്നു അവർക്ക്. ചേട്ടായി സ്നൂഫിക്കുള്ള ഫുഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി വേണം എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ താടിയും മുടിയൊക്കെ വെട്ടി ആൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്, പോലീസുകാരനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് എറണാകുളത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അത് നമ്മൾ നാട്ടിൽ ഇരുന്ന സമയത്ത് ആകെ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഇത് മാത്രമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. അവിടെയും ഒരു കുഞ്ഞു ഓട്ടോറിക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ പോകുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കേട്ടോ. ഓട്ടോറിക്ഷയിൽ നമ്മൾ കക്ക വാരാൻ പോവാണ്. അപ്പോൾ ചേട്ടായുടെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങ് വരും എന്ന് പറഞ്ഞു, പുഴയുടെ അരികത്തോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി അങ്ങ് പോയിട്ടോ. അവരും അവിടെ വന്നു. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ തുള്ളാൻ പോകുന്നതൊക്കെ. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്ന പുഴയിലാണ്, പുഴയല്ല കണ്ടത്തിലാണ് നമ്മൾ കക്ക വരാൻ പോകുന്നത് കേട്ടോ. അത് ആഴമൊന്നുമില്ല, മുട്ടിൻ്റെ അത്ര ആഴമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാനും അമ്മൂസൊക്കെ ഇറങ്ങിയിട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. കുറച്ച് വീഡിയോസ് മാത്രം എടുത്തോളൂ കേട്ടോ. ആ ചേട്ടായി ഇറങ്ങിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ അങ്ങറ്റത്തോട്ട് പോകുമ്പോൾ പയ്യെ ആഴം കൂടി വരും കേട്ടോ. പക്ഷെ നമുക്കധികം കക്കയൊന്നും കിട്ടിയില്ല. എനിക്ക് ഭയങ്കര കൊതി വന്നിട്ടാണ് കക്കയിറച്ചി തിന്നണം എന്ന് കൊതി വന്ന് നമ്മൾ ചെന്നതാണ്. ചേട്ടായിയും ചേട്ടായുടെ കൂട്ടുകാരന്മാരൊക്കെ കൂടി വാരിയിട്ട് നമുക്കൊരു ചാക്ക് പോലും കിട്ടിയില്ല. പക്ഷെ നല്ല വലിയ കക്കയായിരുന്നു. ഇത് കണ്ടോ, ചേട്ടായുടെ കൂട്ടുകാരൻ അബിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കക്കയായിരുന്നു കേട്ടോ അമ്മൂസ്. അപ്പോൾ അമ്മൂസ് ആദ്യമായിട്ടല്ല, അമ്മൂസിന് ഭയങ്കര ഇൻട്രസ്റ്റായി കക്കയൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. എറണാകുളം വീഡിയോസൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ കക്കക്കറിയൊക്കെ വെച്ചു, റോസ്റ്റൊക്കെ ചെയ്തു. വൈകുന്നേരം നമ്മൾ സ്നൂഫീനൊന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി വെച്ച് കെട്ടിയിട്ട് നിന്ന സമയത്ത് അമ്മൂസ് വന്നു കേട്ടോ. അമ്മൂസ് പുതിയ ഉടുപ്പാണ് ഇട്ടും പോയത്. ബുധനാഴ്ച അവർക്ക് കളർ ഡ്രസ്സാണല്ലോ. അമ്മൂസ് ഐ ലവ് യു വെക്ക് മമ്മി, ഐ ലവ് യു വെക്ക്, ഫോട്ടോ എടുക്കും മമ്മി, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ബേബിയുടെ ഫോട്ടോ കാണിച്ച് തരട്ടെ അമ്മൂസേന്ന് ചോദിച്ചപ്പോൾ ബേബിയുടെ ഫോട്ടോ കാട്ടിത്താ മമ്മി എന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ഐ ലവ് യു എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിൻ്റെ ഇടയിൽ അങ്ങനെ നിന്ന് അമ്മൂസിനെ കാട്ടിയിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെയും പോവുകയാണ്. നമ്മൾ വീട്ടിൽ നമുക്ക് കൂൺ കൃഷി ഉണ്ടായിരുന്നപ്പോഴേ തുടങ്ങി നമ്മൾ അറക്കപ്പൊടിയിലാണ് അടുപ്പ് കത്തിക്കുന്നതല്ലോ. അപ്പം നമ്മൾ അറക്കപ്പൊടി എടുക്കാൻ പോവുകയാണ് കേട്ടോ. ചേട്ടായി അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സ്കൂട്ടിക്കാണ് അറക്കപ്പൊടി കൊണ്ടുവരാറുള്ളത് കേട്ടോ. ഇന്നെന്തോ ആൾ ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അമ്മൂസും എന്നാൽ ഞാനും വരുന്നതോ അതാണെന്ന് പറഞ്ഞിട്ട് അമ്മൂസും ഓട്ടോ കയറിയിരുന്നു. പിന്നെ ഞാനും ചെന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും കൂടി പോയി. ഒരു റോഡരികിൽ പാടത്തിൻ്റെ അരികിലാണ് ഈ മില്ലുള്ളത് കേട്ടോ. അപ്പോൾ അമ്മൂസ് ദോതനെ വിളിച്ച് പറയാണ്, ദോത സൂക്ഷിച്ചു പോണേന്ന്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാടോട്ടോ. ഇവിടെ കുറേ നെൽകൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോരാണി എന്ന് പറഞ്ഞാൽ. ഈ സ്ഥലം നോട്ടോട്ട് വെച്ചോട്ടോ. അതാണ് മില്ല്. അവിടെ നിന്നാണ് നമ്മൾ അറക്കപ്പൊടി എടുക്കുന്നത്. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. അവിടെ നമുക്ക് അറക്കപ്പൊടി കിട്ടിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ആ പാടത്തൊക്കെ ഒന്ന് നടക്കാം, ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ പാടത്തോട്ടൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പാമ്പ് വല്ലതും ഉണ്ടാവുമെന്നൊക്കെ. പക്ഷെ പാമ്പിനൊന്നും അന്നേരം കണ്ടില്ല. നമ്മുടെ കണ്ണിൽ പെടാങ്ങിയതായിരിക്കും. എന്തായാലും അവിടെ ഒരു പാമ്പ് ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് നേരം നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു. സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ട്. വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റും നല്ലൊരു രസമുണ്ടായിരുന്നു. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ. അയ്യോ കൊള്ളാലോ, ഒന്നും കൂടി കാട്ടി.
അമ്പോ താഴത്ത് വീഴരുതട്ടെ, തോട്ടി കിടക്കരുതട്ടെ. അവിടെ പക്ഷെ മരം മുറിക്കുന്നുണ്ടല്ലോ ഏട്ടേ. ആ വേണ്ട. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറയിലുള്ള സ്ഥലം തൊട്ടടുത്താണെങ്കിൽ ഇതുവരെ ഞങ്ങൾ ആ മാടത്തിൻ്റെ മുകളിൽ കയറിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഈ വഴി പോകുന്നാണെങ്കിലും നമ്മൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ചേട്ടായി വണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മൂസിന് ഭയങ്കര ആഗ്രഹം അതിൻ്റെ മുകളിൽ കയറണം എന്നിട്ട്. അവിടെ ഒന്ന് കാല് തെന്നിട്ടോ ആളുടെ ആ കൽഫർട്ടിൻ്റെ ഇടയിൽ കൂടി കാല് കാഴ്ചോട്ട് പോയി അമ്മൂസിൻ്റെ. അപ്പോൾ ഇതാണ് ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിരപ്പമൺകാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേരിട്ട. ചില ആൾക്കാർ ലൊക്കേഷനൊക്കെ വെച്ച് ഇവിടെ വരാറുണ്ട്, അങ്ങ് ദൂരേന്ന് വരാറുണ്ട്. കാണാൻ നല്ല രസമാണല്ലോ, പാടത്തിൻ്റെ നടുക്ക്. സിറ്റിയിൽ നിന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണല്ലേ അത്. നെൽകൃഷി ഉള്ളപ്പോഴാണ് ഒത്തിരി കൂടുതൽ ഭംഗി. പാമ്പുണ്ടാവും എന്ന് വിചാരിച്ചു, പാമ്പിനൊന്നും അന്നേരം നമ്മൾ കണ്ടില്ല കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് തന്നെ അങ്ങ് പോയിട്ട്. പക്ഷേ അമ്മൂസ് ഫുൾ എൻജോയ് ചെയ്തു ഇന്നത്തെ ഒരു ദിവസം. അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ അമ്മൂസിൻ്റെ ലക്ഷ്യം ഏറുമാടം തന്നെയാണ്. അവിടെ നിന്ന് കുറേ പൂ പറിച്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പോയ സ്ഥലത്തുനിന്ന്. തന്നെ പിടിച്ചോട്ടു നേരെ ഏറുമാടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി. തിരക്കില്ലാത്ത സമയത്ത് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് നമ്മളുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്രാവശ്യം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേറെ ഒരാൾക്കാർ നിന്ന് വെച്ചിട്ട് അവർ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇത് ഫുള്ള് മുളയാണെന്ന് തോന്നും, പക്ഷെ അതൊന്നും മുളയൊന്നുമല്ല, അത് ഫുൾ ഇരുമ്പാണ്. നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ കമ്മിറ്റിക്കാരാണ്. ഇതിന് പ്രത്യേകം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരാണ് ഇത്ര ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നതും ഓണാകുമ്പോൾ പരിപാടികൾ നടത്തുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് അവിടെ? അപ്പോൾ ആ കണ്ട അമ്പലത്തിൻ്റെ അവിടെയും ഈ റോഡിൻ്റെ അരികിലും ഒക്കെ ആയിട്ട് സിനിമ ഷൂട്ടിങ്ങുകളും റീൽസിൻ്റെ ഷൂട്ടിങ്ങും ഒക്കെ തകൃതിയായിട്ട് നടക്കാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ക്യാമറയും കൊണ്ട് ആൾക്കാർ വന്ന് നിൽക്കുന്നതൊക്കെ കാണാം. സ്ഥിരം കാണുന്നതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഒരു ദിവസം ഭയങ്കര വലിയ ഷൂട്ടിങ്ങൊക്കെ നടന്നു കേട്ടോ. ഉത്സവത്തിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നു. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല കാറ്റുണ്ടല്ലേ. അപ്പോൾ ഏറുമാടത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളുള്ളതുകൊണ്ട് പുള്ളി കയറാണ്ട് നിന്നേച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ചധികം നേരമായി ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നതല്ല. ഇറങ്ങാനായിട്ട് അമ്മൂസിന് ഭയങ്കര ഒരു മടിയായിരുന്നു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളങ്ങ് നടക്കുകയാണ് കേട്ടോ. നമ്മൾ നടന്ന് പോയി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കണ്ട. ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പോകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മൂസ് ചിപ്സ് കഴിക്കുകയാണ്. നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഞാനും അമ്മൂസും കൂടി ചിപ്സ് കഴിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ.